നമസ്കാരം. ലൈക്ക് ലൈവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള മറുപടിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി നൽകുന്നത്. നമുക്കിന്ന് അതിഥിയായി ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, അതിലുപരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതി കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമുക്ക് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. കമന്റ് ബോക്സിൽ വന്നതാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പണ്ടുകാലത്തൊക്കെ 4 കെട്ടും 8 കെട്ടും ഒക്കെ ഉണ്ടായിരുന്ന കാലം, അത് വാസ്തുശാസ്ത്രം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. വാസ്തുശാസ്ത്രം അതിനുശേഷമാണ് വാഹനങ്ങളുടെയൊക്കെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തുശാസ്ത്രം വളരെ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ കാർ പാർക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ നോക്കിയിരുന്നില്ല. വാസ്തുശാസ്ത്രത്തിന് ശേഷം ആണിപ്പോൾ കാറൊക്കെ വന്ന സമയത്താണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കാർ ഷെഡ് പണിയുന്നതിന് വേണ്ടി വാസ്തുശാസ്ത്രം നോക്കുന്നത് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പഴയ കാലത്ത് നമുക്ക് കാർ ഷെഡിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം നീക്കി വെച്ചിരുന്നില്ല. ഇപ്പോഴെന്തിനാണ് അങ്ങനെ വാസ്തുശാസ്ത്രം നോക്കിക്കൊണ്ട് അത്തരത്തിലൊരു സ്ഥലം നീക്കി വെക്കുന്നത്? അത് മനസ്സിലായി. അതായത് പണ്ട് തച്ചുപരമായിട്ടുള്ള, അതായത് 4 കെട്ട് 8 കെട്ട് പടിപ്പുര, അക്കാലത്ത് വില്ലുവണ്ടി, കുതിരവണ്ടി, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതിന് നമ്മുടെ സാധാരണ 4 കെട്ട് എന്നുള്ള വീടിൻ്റെയൊക്കെ പൂമുഖം മാറിയിട്ട് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന പിന്നെ ഒരു 4 കെട്ട് വീടാണെങ്കിൽ, ഞാൻ പടിഞ്ഞാറ്റിൽ നിന്നാണ് പറയുന്നത്, അങ്ങനെ വീടാണെങ്കിൽ ഈ വില്ലുവണ്ടി അത് ഒരുപാട് ധാരാളം മുറ്റമുണ്ടല്ലോ. ഇപ്പോഴത്തെ പോലെ 5 സെൻറ്റോ 10 സെൻറ്റോ വച്ച് മതിൽ കെട്ടിയെടുത്ത് ചെയ്യണ കേസല്ലോ, ധാരാളം സ്ഥലമുണ്ട്. അപ്പോൾ ധാന്യങ്ങൾ പിന്നെ കൊയ്ത് കൊണ്ടുവന്ന് പിന്നെ അടിച്ച് കൂട്ടാനും എടുക്കാനും പ്രത്യേകം ധാരാളം ഒരുപാട് സ്ഥലം മുറ്റമുണ്ട്. ആ മുറ്റത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിനു വേണ്ടി കുതിരവണ്ടി അല്ലെങ്കിൽ കാളവണ്ടി കൊണ്ട് ഇടുന്ന സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ കിഴക്കിനി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദർശനോട്ടയ്ക്കുന്ന വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിട്ടാണ് ഇതൊക്കെ വച്ചിരുന്നത്. വടക്കിനി എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് വരുന്ന ഇതാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ തെക്ക് കിഴക്കേ ഭാഗത്ത് തന്നെയാണ് ഈ കുതിരവണ്ടിയായിരുന്നാലും ശരി കാളവണ്ടിയായിരുന്നാലും ശരി അവരെയൊക്കെ ആ ഭാഗത്തേക്കാണ് നമ്മൾ കെട്ടിരുന്നത്. അതേ സങ്കല്പത്തിലും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ മോഡേൺ വന്നപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗത്താണ് വാഹനങ്ങൾ കൊണ്ടിടുന്നത്. അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായുകോണിലാണ് ഇപ്പോഴും കാർ പോർച്ചും കാര്യങ്ങളും കൊടുക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ഇനി എന്താണെന്ന് വെച്ചിരുന്നാൽ അതൊക്കെ ഗ്രഹങ്ങളുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. തെക്ക് കിഴക്കേ മൂല ഭാഗം എന്ന് വെച്ചാൽ ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. വാഹനകാരകൻ ശുക്രനാണ്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ വായുകോണ്, അത് ചന്ദ്രൻ്റെ ദിക്കാണ്. ഈ 2 ഭാഗത്താണ് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ. വാഹനങ്ങൾ ഏതായിരുന്നാലും പാർക്ക് ചെയ്യാൻ ഇടാൻ സ്ഥലം. പണ്ട് കാളവണ്ടി ആവാം, ഇന്നിപ്പോഴേ കാറായി മോഡേണായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ശാസ്ത്രമൊന്നും അല്ല. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാം. പിന്നെ പണ്ടത്തെ പണ്ടത്തെ ഉള്ള ആചാരക്രമങ്ങളും ഇന്നത്തെ ആചാരക്രമങ്ങളും ഒരുപാട് അന്തരമുണ്ട്. മനുഷ്യൻ്റെ മാറ്റം അനുസരിച്ച് സയൻസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വീടിന് തന്നെ ഇപ്പോൾ പണ്ടത്തെ തച്ച് പരമായിട്ടുള്ള വീടുകളല്ല ഇപ്പോൾ വയ്ക്കുന്നത്. മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി വീടിൻ്റെ ആകമാനം മാറി. പണ്ടൊക്കെ ആണെങ്കിൽ അടുക്കള 4 ചുമരിനുള്ളിലാണ് അടുക്കള പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴോ ഓപ്പൺ കിച്ചണായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൽ മാറ്റം ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം മാറ്റാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റുന്നുണ്ട്, അല്ല മാറ്റാൻ വയ്യാത്ത സാധനങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരുടെ സംശയം തിരിച്ചു മറിച്ചും വരാം, സ്വാഭാവികം. ആ ഒരു സംശയമാണ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം സാർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഉണ്ടായിരുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കാര്യമല്ല. അന്നും അത് കൃത്യമായി ഉണ്ടായിരുന്നു. ആ സൈഡിൽ അത് വാഹനം മാറിയപ്പോൾ അതിനനുസരിച്ച് വാഹനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നതേ ഉള്ളൂ. ഇനിയൊരു ചോദ്യം വന്നിട്ടുള്ളത്,
വീടിൻ്റെ ഈ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. പ്രധാന വാതിലിന് നേരെ ആയിട്ട് അതിന് തൊട്ട് മുമ്പിലായിട്ട് ബാത്റൂമിൻ്റെ വാതിൽ വരുന്നത് ഗുണകരമാണോ എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് ഈ ബാത്റൂമിൻ്റെ വാതിലുകൾ ക്രമീകരിക്കുന്നത്? അത് ഇതിങ്ങനെ ചോദിച്ചത് നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ വെച്ചാൽ പൂമുഖം, നമ്മുടെ പൂമുഖം എന്ന് വെച്ചാൽ നോസ്, ശ്വസനം. ആ വാതിലിന് നേരെ മറ്റ് ഒരു മുറിയുടെ വാതിലും വരാൻ പാടില്ല. കഷ്ടകാലത്തിന് ഒരു അകത്ത് കോമൺ ആയിട്ട് വല്ല ടോയ്ലറ്റിൻ്റെ ഡോറെല്ലാം വരികയാണെങ്കിൽ ആ വീടിന് സർവ്വവിധ കുഴപ്പങ്ങളും ഉണ്ടാവും, ഐശ്വര്യക്കേടും ഉണ്ടാവും. ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതൊക്കെ എപ്പോഴും തന്നെ നമുക്കൊരു ടോയ്ലറ്റ് ഒരു മുറിക്ക് ഉള്ളിലാവും, ബാത്ത് അറ്റാച്ചഡായിട്ട്. ഈ ഓപ്പണായിട്ട് ഹാളിലേക്കും ഡ്രായിങ് ഹാളിലേക്കും തുറന്നു വരുന്ന രീതിയിൽ കൊടുക്കുന്നത് ആപത്താണ്. ഉള്ള നെഗറ്റീവ് എനർജി എല്ലാം വീട്ടിനുള്ളിൽ കയറിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടാകും, വീട്ടിന് എന്നൊരു മനസ്സമാനത്തെ അന്തരീക്ഷം ഉണ്ടാകും. ഒരിക്കലും തന്നെ ആ രീതിയിൽ ഡയറക്റ്റായിട്ട് ഹാളിലേക്കോ ഡൈനിങ് ഹാളിലേക്കോ തുറക്കത്തക്ക രീതിയിൽ കൊടുക്കാതിരിക്കാനാണ് ഉത്തമം. അതുപോലെ തന്നെ ഒരു സംശയമാണ്, നമ്മൾ ബാത്റൂമുകൾ ക്രമീകരിക്കുമ്പോൾ ബാത്റൂമിനകത്ത് നടത്തേണ്ട ചില സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ക്ലോസറ്റിൻ്റെ സ്ഥാനം എങ്ങോട്ട് വയ്ക്കണം, ഏത് ദിക്കയിലേക്ക് വയ്ക്കണം എന്നുള്ള സംശയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പൈപ്പും മറ്റും ക്രമീകരിക്കുന്നത് അതിലെന്തെങ്കിലും തരത്തിൽ വാസ്തുവിൻ്റേതായിട്ടുള്ള നോക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഇത് സാധാരണ ഒരുമാതിരിപ്പെട്ട ഈ വീട് പണിയുമ്പോൾ ഈ പ്ലംബർമാർ അവർക്കൊക്കെ ഇതൊക്കെ അറിയാനുള്ള കാര്യങ്ങളാണ്, എങ്കിലും നമുക്കത് പറയാം. അപ്പോൾ അതായത് ഈ ക്ലോസറ്റൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഉപയോഗിക്കാൻ ഒരാളുടെ ഫേസ് ഒന്നുകിൽ സൗത്തിലേക്കോ നോർത്തിലേക്കോ നോക്കിയിരിക്കണം. അപ്പോൾ സൗത്തിലേക്കോ നോർത്തിലേക്കോ നോക്കിയിരുന്ന് ഉപയോഗിക്കത്തക്ക ക്രമീകരണങ്ങളായിരിക്കണം നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അടുത്ത് കുളിക്കുമ്പോൾ നമ്മുടെ ഷവർ ടാപ്പെല്ലാം തന്നെ കിഴക്കേ ചുവരിൽ കൊടുത്താൽ നമ്മൾ കിഴക്കോട്ട് നോക്കി നിന്ന് കുളിക്കും. കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഇതാണ്. ഹീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ വയ്ക്കുന്നത് തെക്കേ ചുമരിൽ കൊടുക്കണം. തെക്കേ ചുമർ ഇങ്ങനെ ചില ക്രമീകരണങ്ങളോട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ വീടിനെക്കാട്ടി മുറിയെക്കാട്ടി വലിയ ബാത്റൂമാണ് ആധുനികമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ വാരി കളയണതും ടോയ്ലറ്റും തന്നെയാണ്. ഇപ്പോൾ ടോയ്ലറ്റ് അത് കഴിഞ്ഞാലാണ് അടുത്ത അടുക്കളയാണ് വരുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ല, മുറികൾക്ക് അല്ലെങ്കിൽ ഡ്രായിങ് ഹാള് ഡൈനിങ് ഹാളിലേക്ക് ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ അത് മറിച്ച് ടോയ്ലറ്റിന് അല്ലെങ്കിൽ അടുക്കളയ്ക്കും വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ്, വാസ്തു നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി എല്ലാ കാര്യത്തിലും വാസ്തു ഉണ്ട്. അത് നമ്മൾ വളരെ ആധികാരികമായി നോക്കാതെ എന്നാൽ വാസ്തുവിന് ദോഷം, വാസ്തു കൊണ്ടുള്ള ദോഷം ഒഴിവാക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തുക. കൃത്യമായി നമ്മുടെ ചാനൽ നിങ്ങൾ കാണുക. നിങ്ങളുടെ ഓരോരോ എല്ലാവരും വീടിൻ്റെ പണികൾ നടക്കുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നീട് അത് കൈയും കാലും ഒക്കെ അടിച്ച് പിന്നീട് ഓടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള വാസ്തുവാചാര്യന്മാരുടെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. മറ്റ് സംശയങ്ങളുമായി നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണും. നമസ്കാരം.